നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷൻ കൊണ്ട് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു അൽഗോരിതം യൂസ് ചെയ്ത് നമ്മളൊരു മോഡൽ ട്രെയിൻ ചെയ്യിപ്പിച്ച് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു പ്രഡിക്ഷൻ ചെയ്യാൻ കഴിയുന്ന ആ ഒരു മോഡൽ എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് നോക്കണം. ആ ഒരു ടെസ്റ്റിങ്ങിനെ നമുക്ക് മോഡൽ ഇവാലുവേഷൻ എന്ന് പറയാം. അപ്പൊ മോഡൽ ഇവാലുവേഷനിൽ ചെയ്യുന്നത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് നമ്മുടെ മോഡൽ, എത്രത്തോളം നല്ല മോഡലാണ് ട്രെയിൻ ചെയ്യിപ്പിച്ച് കിട്ടിയതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു മോഡൽ എത്രത്തോളം നല്ലതാണെന്ന് നോക്കാൻ നമുക്ക് വേണമെങ്കിൽ ആക്യുറസി സ്കോർ നോക്കാം. എത്രത്തോളം ആക്യുറസി ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം ആ ഒരു മോഡൽ നല്ല മോഡലാണോ അല്ലയോ. എന്നാൽ ഒരു ആക്യുറസീനെ മാത്രം ബേസ് ചെയ്തിട്ട് നമുക്കൊരു മോഡൽ നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ചില സമയങ്ങളിൽ മോഡൽ കൂടുതൽ ഓവർ ട്രെയിൻ ആവാൻ സാധ്യതയുണ്ട്. ഓവർ ട്രെയിൻ ആവാ മീൻസ് ആ ഒരു ട്രെയിനിങ് ഡാറ്റയെ അതുപോലെ തന്നെ പഠിക്കുക. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് ഒരു ന്യൂ ഡാറ്റ, ഒരു അൺസീൻ ഡാറ്റ വരുമ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ അതിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അൺനോൺ ആയിട്ടൊരു ഡാറ്റ കാണുമ്പോൾ. കാരണം ട്രെയിനിങ് ഡാറ്റയെ അതുപോലെ തന്നെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ നമുക്ക് ഓവർ ഫിറ്റിംഗ് എന്ന് പറയാം. ഓവർ ഫിറ്റിംഗ് മീൻസ് കൂടുതലായിട്ട് പഠിക്കുക, ട്രെയിനിങ് ഡാറ്റയെ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ അൺനോൺ ഡാറ്റയിൽ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചില സമയങ്ങളിൽ ആക്യുറസി ഒരു 90 above ഒക്കെ ഉണ്ടെങ്കിലും അത് നല്ല പ്രഡിക്ഷൻ തരില്ല. ബിക്കോസ് അത് എന്തായിരിക്കും, ഓവർ ഫിറ്റ് ആയിരിക്കും. അൺനോൺ ഡാറ്റയിൽ കറക്റ്റ് പ്രഡിക്ഷൻ ആയിരിക്കില്ല, അൺനോൺ ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ആ ഒരു ഓവർ ഫിറ്റിനെ ഒഴിവാക്കാനുള്ള മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. റെഗുലറൈസേഷൻ മെത്തേഡ്സ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതായത് ഒരു ട്രെയിനിങ് ഡാറ്റയുടെ പല സബ്സെറ്റുകൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടോ ഒക്കെ, അതായത് റാൻഡംലി ഡാറ്റയുടെ സബ്സെറ്റ് എടുത്തിട്ട് പല തവണയായിട്ട് ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നതിലൂടെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഓവർ ഫിറ്റിങ്ങിനെ ഒഴിവാക്കാം. കാരണം ആ ഒരു ട്രെയിനിങ് ഡാറ്റ അങ്ങനെ തന്നെ അല്ല പഠിച്ചിരിക്കുന്നത്. നമ്മൾ റാൻഡംലി കുറച്ച് സബ്സെറ്റ് എടുത്തിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് പല തവണകളായിട്ട്. അപ്പോൾ എന്താ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റ സെറ്റിൽ വർക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കും അവിടെ ട്രെയിനിങ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അൺനോൺ ഡാറ്റയിൽ അത് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓവർ ഫിറ്റിംഗ് സംഭവിക്കാൻ സാധ്യതയുള്ള കേസിൽ നമുക്ക് ആക്യുറസി മാത്രം നോക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മോഡൽ ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് പല മെട്രിക്സ് ചെക്ക് ചെയ്യും. മെട്രിക്സ് മീൻസ് മെഷേഴ്സ്, പല മെഷേഴ്സ് നമ്മൾ നോക്കും. ആക്യുറസി സ്കോർ എടുക്കും, എത്ര നല്ല രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ ആക്യുറസി സ്കോർ എടുക്കും. അതുപോലെ തന്നെ പ്രിസിഷൻ എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൂടി നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ റീകോൾ അഥവാ സെൻസിറ്റിവിറ്റി, ദെൻ F1 സ്കോർ. അപ്പൊ ആക്യുറസി സ്കോറും പ്രിസിഷനും റീകോളും F1 സ്കോർ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓരോ ഇക്വേഷൻസ് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ TP + TN ഡിവൈഡഡ് ബൈ TP + TN + FP + FN എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൺഫ്യൂഷൻ മാട്രിക്സ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതില് TP എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ്, FP എന്ന് പറയുന്നത് ഫോൾസ് പോസിറ്റീവ്, FN is false negative and TN is true negative. അപ്പൊ നമുക്ക് ഇവിടെ പ്രെഡിക്റ്റഡ് വാല്യൂസും ആക്ച്വൽ വാല്യൂസും കമ്പയർ ചെയ്തിട്ട് ഈ ഒരു TP, FP, FN ഒക്കെ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഇതിലൂടെ എങ്ങനെ നമുക്ക് മെഷേഴ്സ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് നോക്കാം പ്രഡിക്ഷൻ എത്രത്തോളം കറക്റ്റ് ആണെന്ന്. അപ്പൊ ഇവിടെ നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താ, 0 or 1, അല്ലെങ്കിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പ്രിഡിക്റ്റഡ് വാല്യൂസ് ആണ് ഞാൻ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ ആക്ച്വൽ വാല്യൂസ്, ശരിക്കും ആ പ്രിഡിക്റ്റഡ് വാല്യൂസും മെഷീൻ പ്രിഡിക്റ്റ് ചെയ്തത്, അതായത് നമ്മൾ പഠിപ്പിച്ച പ്രിഡിക്റ്റഡ് വാല്യൂസ്. അതായത് നമ്മൾ ഒരു മെഷീനെ പഠിപ്പിക്കുമ്പോൾ